രാപ്പാടിയുടെ വിശുദ്ധ സ്മൃതികളിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സ്വപ്നം വിതച്ചുകൊണ്ടിരുന്ന ഒരു കവിയെയും അദ്ദേഹത്തിൻ്റെ കവിതകളെയും നെഞ്ചേറ്റുന്ന ഒരു ജനത പുതിയ ആകാശവും പുതിയ ഭൂമിയും നിർമ്മിക്കാൻ അവരവരുടെ സ്ഥലകാലങ്ങളെ നടന്നു തീർക്കാൻ അതേ വാഗ്മയ ലോകത്തെ അവരവരുടെ ലോകപ്രദമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഒരു പരിവർത്തന യാമത്തിൽ പദമൂന്നി പരിസ്ഥിതികളോട് ഏറ്റുമുട്ടി നിവരുമീ ലോകത്തിൻ കരളിൻ്റെ ചുണ്ടിൽ നിന്നുയരുന്ന ഗാനമാണ് എൻ്റെ ഗാനം എന്ന് നല്ല ഉറപ്പുള്ള ഒരു കവി പിടയുന്ന ജീവിത നഗ്ന സത്യങ്ങളിൽ പടരുന്ന പാട്ടുകൾ പാടുമ്പോൾ തലമുറ തോറും ആ ശീലികൾ നാടിൻ്റെ തളരാത്ത നാവുകൾ പാടി പുലരുകയാണെന്നും അവയിലൊക്കെ ജീവിത യാതനകളുടെ നീറുന്ന നോവുകൾ സംഭരിച്ചിരിക്കുന്നു. ഒരു പൂ വിരിയാതെ ഒരു കായ് വളരുന്നില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കിനാവിൻ്റെയും കിനാവ് കാണുന്നവരുടെയും വില എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്ന അപൂർവം മനുഷ്യരാണ് ഭാവിയെ രൂപപ്പെടുത്തുന്നത്. ഒലീനെ എഴുതുന്നു, ശബ്ദം യശോധരൻ പെരുന്നാട്. അത്തരത്തിൽ മലയാളിയുടെ ഭാവി ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ ഭാവനാപൂർണമായ സർഗസപര്യ നിർവഹിച്ച ആളാണ് വയലാർ രാമവർമ്മ. ഒരു പായ്ക്കപ്പലിനും കാറ്റിനെ മറക്കാൻ കഴിയില്ല എന്നതിനാൽ ഇപ്പോൾ നമ്മൾ വീണ്ടും വയലാർ കവിതയിലേക്ക് മടങ്ങുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സ്വപ്നം വിതച്ചു കൊണ്ടിരുന്ന ഒരു കവിയെയും അദ്ദേഹത്തിൻ്റെ കവിതകളെയും നെഞ്ചേറ്റുന്ന ഒരു ജനത പുതിയ ആകാശവും പുതിയ ഭൂമിയും നിർമ്മിക്കാൻ അവരവരുടെ സ്ഥലകാലങ്ങളെ നടന്നു തീർക്കാൻ അതേ വാഗ്മയ ലോകത്തെ അവരവരുടെ പദമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഒരു പരിവർത്തന യാമത്തിൽ പദമൂന്നി പരിതസ്ഥിതികളോട് ഏറ്റുമുട്ടി നിവരും ഈ ലോകത്തിൻ കരളിൻ്റെ ചുണ്ടിൽ നിന്നുയരുന്ന ഗാനമാണ് എൻ്റെ ഗാനമെന്ന നല്ല ഉറപ്പുള്ള ഒരു കവി പിടയുന്ന ജീവിത നഗ്ന സത്യങ്ങളിൽ പടരുന്ന പാട്ടുകൾ പാടുമ്പോൾ തലമുറ തോറും ആ ശീലുകൾ നാടിൻ്റെ തളരാത്ത നാവുകൾ പാടി പുലരുകയാണെന്നും അവയിലൊക്കെ ജീവിത യാതനകളുടെ നീറുന്ന നോവുകൾ സംഭരിച്ചിരിക്കുന്നുവെന്നും നമുക്കറിയാം. വൈക്കം കായലിലോളം തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ എന്ന വരികൾ മലയാളി ഒരുപക്ഷെ ഏത് കവിയുടെ രചന എന്ന് പോലും അറിയാതെ 1950 മുതൽ പാടിക്കൊണ്ടിരിക്കുന്ന കവിത എന്ന് പറയും പോലെ മലയാള ഗ്രാമീണ കർഷക കന്യമാർ മധുരമായി നെൽവേലകളിൽ പതിവായി പാടുന്ന പാട്ടുകൾക്കുള്ളിൽ ഉണ്ട് ഉരുകുന്ന നീറുന്ന വാസ്തവങ്ങൾ എന്നുകൂടിയാകുന്നു. ഒരു ചെറുതോണിയും വലയുമായി അലകൾ മറിയുന്ന കായലിൽ ഇരുന്നാഴി കഞ്ഞിക്ക് വക നേടാൻ പോയ മാരൻ 4 നാൾ കഴിഞ്ഞ് ഒരു അന്തിയിൽ നീലശവമായിട്ടാണ് കരയിലെത്തുന്നത്. കുടിലിന് ചുറ്റും കൂടി നിൽക്കുന്ന മനുഷ്യ സംഘർഷങ്ങളോട് നെഞ്ചുപൊട്ടുന്ന വേദനയിൽ അവൾ മുഴുവിപ്പിക്കുന്ന ഈരടികളാണ് നമ്മൾ കേട്ടത്. വയലാർ അവിടെ അവസാനിപ്പിക്കുന്നില്ല. പഴയ പനയോലത്താളുകളിൽ തിരഞ്ഞാൽ നമുക്ക് നിലവിൻ്റെ ആ നോവുകൾ കാണാൻ കഴിയില്ല. അതാകട്ടെ തലമുറ തോറും ശീലുകളായി നാടിൻ്റെ തളരാത്ത നാവുകൾ പാടി പുലരുകയാണെന്ന് അദ്ദേഹം ഓർക്കുന്നു. കലയുടെ സംസ്കാര കലവറയിൽ വേദന പിടയുന്ന പാട്ടുകളുടെയും വിയർപ്പ് വിളയുന്ന കവിതകളുടെയും നവയുഗ മുക്തവസന്തത്തെ കാണാൻ പുതിയ സംസ്കാര പ്രവാചകരെ കവി ക്ഷണിച്ചുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. അതുതന്നെയാണ് വയലാർ കവിതകളുടെ ദർശനാബോധത്തിൻ്റെ പല്ലവിയും. ആര് വാങ്ങുമെന്ന് ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന കാൽപ്പനിക സ്വപ്നത്തിൻ്റെ ശീലിലും ഈണത്തിലും വയലാർ എഴുതുന്നു. 4 അണയ്ക്കൊരു പിഞ്ചു കുഞ്ഞിനെ നാണി വിറ്റതാണിന്നലെ, 6 അണയ്ക്കിനി നിൻ്റെ കുഞ്ഞിനെ ആര് വാങ്ങും ഈ ചന്തയിൽ എന്നിങ്ങനെ ഒരേ ശീലിൽ ഒരേ താളത്തിൽ ജീവിതത്തിൻ്റെ ഇരുപുറങ്ങളെ എത്ര വിദഗ്ധമായാണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നതെന്ന് ലീലാവതി ടീച്ചർ സമുചിതമായി നിരീക്ഷിക്കുന്നുണ്ട്. സ്വരവിധാനത്തിൻ്റെ സാദൃശ്യത്തിനപ്പുറം കവിതയിൽ സംഭൃതമാകുന്ന ജീവിതയാതനയെ
നാരകീയ വേദനകളെ എപ്രകാരമാണ് കവികൾ നോക്കിക്കാണുന്നതെന്നും നമ്മൾ തിരിച്ചറിയുന്നു. നിങ്ങൾ ആരോടും പറയാതിരിക്കണേ, ചങ്കിലെ നീരുകൊണ്ടെഴുതുന്നു ഞാൻ എന്ന ഒരുക്കത്തോടെയാണ് എന്നെ പുണ്യവാളത്തിയാക്കരുത് എന്ന കവിതയിലെ നിസ്സഹായ ജീവിതം ഒരു നീളൻ കയറിലുടക്കി തളർന്ന തണ്ട് പോലെ അവസാനിക്കുന്നത്. നിസ്സഹായതയുടെ നെരിപ്പോടുമായി അവരവരുടെ ജന്മവടുക്കളുമായി അലയുന്ന ഇത്തരം ചില പെൺ ജീവിതങ്ങൾ കൂടി നമുക്ക് വയലാർ കവിതകളിൽ കാണാം. പെൺ ജീവിത ദുരിതങ്ങൾ പാടുന്ന കവിക്ക് അവർ അനുഭവിക്കുന്ന നിർദ്ദയനീതിയോട് പേന കൊണ്ട് സമരമുഖം തീർക്കുന്ന കവിയോട് തന്നെ വേൾക്കാനിഷ്ടമാണോ എന്ന് നേർക്കുനേർ ചോദ്യത്തിൽ ആശ്ചര്യപ്പെടുത്തുന്നു. ഗതികേട് കൊണ്ട് വീട് പണിയിൽ ഏർപ്പെടുന്ന ഒരുവൾ തൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ വിൽക്കുകയാണെൻ്റെ ചിത്തം, വയറിനു വേണ്ടി ഞാൻ സോദരി. വ്യത്യസ്തനല്ല. ഭവജീവിതത്തിൻ്റെ ഇത്തിരി പോലുള്ള കലാകാരനും ഭവജീവിതത്തിൽ നിന്ന് ഇത്തിരി പോലുള്ള ഒരു കലാകാരനും എന്ന നിസ്സഹായതയിൽ അവസാനിപ്പിക്കുകയാണ്. നിരന്തരം പാടുകയും ചെയ്ത് മലയാള മനസ്സ് ഊട്ടിയുറപ്പിച്ച ആയിഷയാകട്ടെ സ്ത്രീ വിമോചനത്തെ സംബന്ധിച്ച മറ്റൊരു അന്വേഷണത്തിന് വാതിൽ തുറക്കുകയും ചെയ്യുന്നു. ചൂഷണാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ നിസ്സഹായമായ ഒരു പെൺജീവിതത്തെ എത്രമാത്രം ദുരിതപൂർണമാക്കുന്നുവെന്നും ഏതേതൊക്കെ ദുരിത സമസ്യകളിലൂടെ അവൾ കടന്നു പോകുന്നുണ്ടെന്നും ആയിഷ നമ്മളോട് പറയുന്നു. ടെസ്സിനെ കൊണ്ടുള്ള കളി വിധി അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന് തോമസ് ഹാർഡിയുടെ ടെസ്റ്റ് ഓഫ് ഡ്യൂബൻ വിൽസ് എന്ന നോവലിലെ പരാമർശം പോലെ യാതനകളുടെ ചതുരംഗക്കളിയിൽപ്പെട്ട് നട്ടം തിരിയുമ്പോഴും ഉള്ളിലണയാത്ത ഒരു ദീപനാളം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ആയിഷ മലയാള മനസ്സിലെ നിത്യവേദനയായി തുടരുകയും ചെയ്യുന്നു. പറയാൻ വിചാരിച്ചതല്ല ഞാൻ മനസ്സിൻ്റെ ചിറകും കൊടും കുത്തി കീറുമീ ഇതിഹാസം എന്ന മട്ടിൽ നമ്മുടെ മുമ്പിൽ അരക്കില്ലത്തിൽ പെട്ടുപോയ അമ്മിണി എന്ന പെൺകിടാവിൻ്റെ ദൈന്യചിത്രവും വെളിപ്പെടുത്തുന്നു. ആയിരം സ്ത്രീമേധയാഗ ഹോമങ്ങളാൽ ധൂമാമൃതമായ ആര്യപൗരോഹിത്യ രാഷ്ട്രീയത്തെ താടക എന്ന ദ്രാവിഡ രാജകുമാരിയിലൂടെ സംസ്കാര ചക്രവാളങ്ങളിൽ നിർത്തി നിർദ്ധാരണം ചെയ്യുന്നു വയലാർ. തൂര്യ കൊണ്ട കറുത്ത ധൂമ തിരശീല കീറട്ടെ ചരിത്ര വിദ്യാർത്ഥികൾ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. 1956 പിന്നീട് പൂർത്തിയാക്കാനായി എഴുതി തുടങ്ങിയ ഒരു ഖണ്ഡകാവ്യത്തിൻ്റെ പ്രാരംഭമായ കത്രീന എന്ന കവിത നിസ്സഹായമായ പെൺജീവിതത്തിൻ്റെ നേർചിത്രമായി മാറുന്നു. കള്ളുഷാപ്പിലെ പെണ്ണിനെ പൊതുസ്വത്തായി കാണുന്ന ദുർനീതിയെ പൊറുക്കാനാകാതെ പൊരുത്തുമ്പോഴും അവളുടെ അന്തർദാഹം ആരും അറിയാതെ പോകുന്നത് വേദനാപൂർണമായി ആർദ്രമായി സ്വരവ്യഞ്ജനങ്ങളിൽ സംഭരിക്കുന്നു വയലാർ. രാവണപുത്രിയിലൂടെ മറ്റൊരു സീതായനം നിർമ്മിക്കാൻ വയലാർ കമ്പരാമായണത്തെയും ഒരു തമിഴ് നാടോടിപ്പാട്ടിനെയുമാണ് ഉപദാനമാക്കുന്നത്. കാലദേശങ്ങൾക്ക് അതീതമായി ദേശാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന രാമകഥയ്ക്ക് പാഠഭേദം ചമയ്ക്കുക കൂടിയാണ് രാവണപുത്രി. മർദ്ദനത്തിനെതിരെ ചൂഷണത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്താൻ അവിശ്രമം തൻ്റെ പേനയിൽ മഷി നിറച്ചിരുന്നു വയലാർ. തെലുങ്കാനയിലെ അമ്മയും നാഗസാക്കിയിലെ കുരിശും കുചേലൻ കുഞ്ഞൻ നായരും പുന്നപ്ര വയലാറും സംസ്കാരത്തിൻ്റെ നാളങ്ങളും കഴിമരങ്ങളുടെ കഥയും നാടിൻ്റെ നാദവും അമ്മയും ചോരക്കുഞ്ഞുമൊക്കെ നിലനിന്നിരുന്ന സാമൂഹ്യാവസ്ഥയോടുള്ള നിരന്തര സമരമായിട്ടാണ് മലയാള കവിത രേഖപ്പെടുത്തിയിട്ടുള്ളത്. ONVയുടെ വാക്കുകൾ കടമെടുത്താൽ പൂവിൽ നിന്ന് പൂവ് പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ സഹസ്രാര പത്മത്തിൽ നിന്ന് നിസ്വൻ്റെ സ്വാതന്ത്ര്യമെന്ന മറ്റൊരു പുഷ്പം വിടരുന്നതും കാത്ത രാവ് മുഴുവൻ ഏതോ പനിനീർച്ചെടിയുടെ മുൾമുനയിൽ കരളമർത്തിക്കൊണ്ട് സൂര്യോദയം എത്തും മുമ്പ് മരിച്ചു വീണ ഒരു രാപ്പാടിയാണ് വയലാർ. രാപ്പാടിപ്പോയി. പക്ഷേ ആ പാട്ടുകൾ കേരള മനസ്സിൻ്റെ വിശുദ്ധ സ്മൃതികളിൽ പതിഞ്ഞ് കിടക്കുകയാണ്. AG ഒലീന, ശബ്ദം യശോധരൻ.